അല്ല പരമേശ്വര, ഭക്ഷണത്തെ കുറിച്ച് നിങ്ങളാരും അഭിപ്രായം പറഞ്ഞില്ലല്ലോ. എന്നെ മരുമകളുടെ കൈപ്പുണ്യം എങ്ങനെയുണ്ട്? ഞങ്ങളുടെ ആരുടെ അഭിപ്രായം അങ്കിള് ചോദിക്കേണ്ട, അച്ഛനോട് ചോദിക്ക്. ഇന്ന് വരെ ഒരിടത്തുനിന്നും ഭക്ഷണം കഴിച്ചിട്ട് കൊള്ളാവുന്നൊരു അഭിപ്രായം ഇതുവരെ പറയുന്നത് ഞങ്ങളാരും കേട്ടിട്ടില്ല. എങ്ങനെ നീ ഇപ്പൊ അത് കേട്ടോ? കൊള്ളാവുന്നല്ല, അതിഗംഭീരം. ഇങ്ങനൊരു മോളെ മരുമോളായി കിട്ടിയ നീയും ഇവളെ ഭാര്യയായി കിട്ടിയ നിന്റെ മോനും ഭാഗ്യവാനാടാ ബാല. ആ ചാരു, സാമ്പാറിന്റെ റെസിപ്പി ഇനി ഞാൻ ചോദിക്കുന്നില്ല. എന്തായാലും കുറച്ചു ദിവസം ഞാനിവിടെ ഉണ്ടല്ലോ. നേരെ അടുക്കളയിലേക്ക് വരാം. കഷണം നുറുക്കുന്നത് മുതൽ എന്നെ ഒന്ന് പഠിപ്പിച്ചു തന്നേ പറ്റൂ, അല്ലാതെ ഞാൻ വിടില്ല. എങ്കിൽ പിന്നെ നാളെ രാവിലെ തന്നെ ഒരു വെറ്റിലയും അടക്കയും 1100 രൂപ ദക്ഷിണയും ചാർച്ചിച്ചിട്ട് കാൽക്കൽ വെച്ച് ശുചിത്വം സ്വീകരിച്ചോ. മര്യാദക്ക് എല്ലാം ഉണ്ടാക്കാൻ പഠിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചു വന്നാ മതി. ഇവൻ പറഞ്ഞത് പോയില്ല. പാചകത്തിന് നിനക്കൊരു നല്ല ഗുരുവിന്റെ കുറവുണ്ട്. കണ്ടോ അമ്മേ, അവസാനം ഇവരെല്ലാരും കൂടി ഒറ്റക്കെട്ടായി അമ്മ ഒറ്റപ്പെടുത്തി. അതല്ലേലും അങ്ങനെയാണല്ലോ. പിന്നെ കിരൺ പറഞ്ഞ കാര്യം ഞാനതങ്ങ് അനുസരിക്കാൻ പോവാ. ദേ ചാരു, ഇനി അങ്ങോട്ട് ചാരുവിന്റെ ശിഷ്യയാണ് ഞാൻ. ചേച്ചിക്ക് അങ്ങനെ തന്നെ വേണം. ടൗല് പിടിച്ചോ. എന്താ ചേച്ചി? ഒന്നുമില്ല, കിരണ്ട കയ്യിലേ ഈ പച്ച കുത്തിയിരിക്കുന്ന നോക്കുമായിരുന്നു. ഇവളുടെ പേരാ അവൻ പച്ച കുത്തി വെച്ചിരിക്കുന്നത്. അഞ്ജനെ ഹൃദയത്തിലേറ്റിയത് പോരാഞ്ഞിട്ടാണോ കിരണെ കയ്യിലും പച്ച കുത്തി വെച്ചേക്കുന്നെ? ഈ പച്ചകുത്തലിന്റെ ഒന്നും ഒരാവശ്യമില്ല. ഇവള് ജനിച്ചപ്പോ തന്നെ നമ്മുടെ സീതാമണി പറഞ്ഞതാ അവളുടെ മോനെ ചേട്ടന്റെ മോളെ കൊണ്ട് കെട്ടിക്കണമെന്ന്. അപ്പൊ കുഞ്ഞുനാളിലെ പറഞ്ഞു വെച്ചതല്ലേ? എങ്കിൽ പിന്നെ ഇനിയും വെച്ച് നീട്ടണ പരമേശ്വര. വെച്ച് നീട്ടുന്ന പരിപാടിയൊന്നും ഇല്ല, ഉടനെ ഉണ്ടാവും. അങ്ങനെ തന്നെയാ അമ്മയും പ്ലാൻ ചെയ്തിരിക്കുന്നത്. പറ്റിയാൽ ഇവിടെ തൃക്കണ്ണൂർ ഭദ്രകാളിയുടെ മുന്നിൽ വെച്ച് തന്നെ ഒരു താലികെട്ട്. എന്തു പറയുന്നു? എടാ മോനെ, അങ്ങനെയാണെങ്കിൽ മോളുടെ കഴുത്ത് കെട്ടാനുള്ള താലിമാല ഈ ബാലനങ്ങളുടെ വക. ഓക്കെ? പുളിവെള്ളം എല്ലാം കൂടി കുടിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഓ, വല്ലാത്തൊരു പരവേശം. അതെ അമ്മേ, പരവേശം എനിക്കും ഉണ്ട്. കിട്ടിയ അവസരം മുതലെടുത്ത് അവള് നമ്മളെ ശിക്ഷിച്ചതാ. എനിക്ക് പരവേശമൊന്നുമില്ല. പക്ഷെ അപ്പം കഴിച്ചതും രാവിലെ കഴിച്ചതും ഇന്നലെ രാത്രി കഴിച്ചതും ഉൾപ്പെടെ സകലതും പുറത്തുപോയി. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. ഇനിയും കഴിക്കാൻ തോന്നല്ലോ നിങ്ങക്ക്? സമ്മതിക്കണം. എനിക്കാണെങ്കിൽ ഒരു വറ്റ് താഴോട്ട് ഇറങ്ങിയാ ഞാൻ അപ്പ ഛർദിക്കും. ആ പരുവത്തിലായി. ഞാൻ വൈകിട്ട് വിളിക്കാം കേട്ടോ. മറ്റേ കാര്യം നമുക്ക് സെറ്റ് ആക്കണം. ശരിടാ, എന്നാ ഓക്കെ. അയ്യോ, അല്ല, ഇതെന്തു പറ്റി? നിങ്ങൾ എല്ലാരും കൂടി ഇവിടെ വന്നിരിക്കുന്ന എന്താ? എന്തു കളിയാ? ഓ, ഒന്നും പറയണ്ട അളിയാ. ഒരു പറ്റി നല്ല ഒന്നാന്തരം ഒരു കെണി. എന്താ അമ്മേ, എന്തു പറ്റി? ഓ എടാ, ചാരു ഉണ്ടാക്കി വെച്ചിരുന്ന സാമ്പാറിൽ പല്ലി വീണിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് എടുത്തു കളയാതെ അവളത് അടുക്കളയിൽ തന്നെ വെച്ചിരുന്നു. ഞങ്ങള് 3 പേരും കൂടി ആ സാമ്പാറും കൂട്ടി നന്നായിട്ട് അങ്ങോട്ട് കഴിച്ചു. നിങ്ങൾ പല്ലി വീണ സാമ്പാർ കഴിച്ചാ? കഴിച്ചു എന്നല്ല പറയണ്ടേ, അത് കുടിച്ചു എന്ന് വേണം പറയാൻ. അയ്യേ, അളിയാ, വെറുതെ പ്രോത്സാഹനം കൊടുക്കല്ലേ. ഇവര് രണ്ടുപേരും ഛർദിച്ച് തകർക്കാൻ ആരുടെയെങ്കിലും ഒരു പിന്തുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുക.